4 പതിറ്റാണ്ടായി അന്യം നിന്നുപോയ ആലങ്ങാടൻ ശർക്കരയെ വിപണിയിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എറണാകുളം ജില്ലയിലെ ആലങ്ങാട് ഗ്രാമം. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് കരിമ്പ് കൃഷി ആരംഭിച്ച് ആലങ്ങാട് ശർക്കരയെ വീണ്ടെടുക്കാൻ ഈ നാട് ഒരുങ്ങുന്നത്. കരിമ്പിൽ നിന്ന് മധുരമൂറുന്ന ശർക്കര ഉണ്ടാക്കുന്ന ആലകളുടെ നാടായിരുന്നു ആലങ്ങാട്. ഏക്കർ കണക്കിന് കരിമ്പ് കൃഷി നടത്തിയിരുന്ന ആലങ്ങാട്ടെ ശർക്കര നിർമ്മാണം നിലച്ചിട്ട് 4 പതിറ്റാണ്ടിലേറെയായി. ഇന്നിപ്പോൾ ആ പാരമ്പര്യം തിരികെ പിടിക്കുകയാണ് ഈ ഗ്രാമം. അതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ കർഷകർ. ഫെബ്രുവരി 15-ാം തീയതിയാണ് ഞങ്ങളിത് നട്ടത്. 3 പേരാണ് ഉള്ളത് ഇതിനകത്ത്. അപ്പോൾ ഇത് ടി യു പ്രസാദ്, എൻ്റെ പേര് മാത്യു വിധേയത്തിൽ, പിന്നെ ഒരു ബാബു വേറെയുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് അയാളില്ല. KVKയുടെ സംരംഭം കൃഷി വിജ്ഞാന കേന്ദ്രം എറണാകുളം, അവരുടെ സാങ്കേതിക സഹായത്തോടുകൂടിയാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തൈകൾ കൊണ്ടുവന്ന് ഇവിടെ നട്ടിരിക്കുന്നത്. ആലങ്ങാട് എന്ന് തന്നെ പേര് തന്നെ വരുന്നത് ആലകളുടെ നാട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിയ ചരിത്രമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് വരികയും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ 1 മാസത്തിനുള്ളിൽ ആലങ്ങാടൻ ശർക്കര എന്നുള്ള ബ്രാൻഡിൽ തന്നെ ഇറക്കാനായിട്ട്. ജനുവരി ആകുമ്പോഴേക്കും ആലയുടെ പണി ഏതാണ്ട് ഒരു 90% ആവും. അപ്പോഴേക്കും KVK ആണ് അതിൻ്റെ മിഷനറിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്യും. കട്ട് ചെയ്തിപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും തന്നെ തൂക്കം ഉണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു നിഗമനം. അതായത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ആലങ്ങാട്ടെ നീറിക്കോട്, കൊങ്ങോർപ്പള്ളി, തിരുവാലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കരിമ്പ് തലയുയർത്തി നിൽക്കുന്നത്. ശർക്കര നിർമ്മാണ യൂണിറ്റിന്റെ പണി കഴിയുന്ന മുറയ്ക്ക് 1 മാസത്തിനകം വിളവെടുത്ത് ശർക്കര നിർമ്മാണം ആരംഭിക്കും. ആലങ്ങാട്ടെ ശർക്കര പെരുമയ്ക്ക് വീണ്ടും പുത്തനുണർവ് നൽകുകയാണ് ഈ ഗ്രാമം. ഉടൻ തന്നെ വിളവെടുപ്പുണ്ടാകും. അതിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. അല്ലം ബഷീറിനൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി.